ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശോഭനാഥ് യാദവ് എഴുതിയ ഗുദ് സേ പ്യാർ എന്ന കവിതയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ഇതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത് വഹ് ദേ സക്കേ ആഗ് യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ. വഹ് ദേ സക്കേ ആഗ് എന്നുള്ളതിൽ ആഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യഹാം ആഗ് കാ മത്ലബ് ഊർജ് ഹേ. ഇവിടെ ആഗ് എന്ന് പറഞ്ഞാൽ ഊർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദർക്കത്ത് സേ അപ്നെ ക്യാ സമച്ച. ദർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർക്കത്ത് കാ അർത്ഥ് ഹേ പേട്. ദർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പേട്, മരമാണ്, ട്രീ. ഓക്കെ, അടുത്തത് നോക്കാം. ഗുദ് സേ പ്യാർ കർനാ സേ ക്യാ അർത്ഥ് നികൽത്താ ഹേ. ഗുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്നെ ആപ്പ് സേ പ്യാർ കർന. നാം നമ്മളെ തന്നെ സ്നേഹിക്കുക. അതാണ് ഗുദ് സേ പ്യാർ കർന എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ജോഡോ മൗർ വാക്യ ലിഖേ. ഇവിടെ 4 കോളങ്ങളിലായിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതണം. ഈ വേർഡ്സൊക്കെ നമുക്ക് ഡിസോർഡറിലാണ് തന്നിട്ടുള്ളത്. അത് ഓർഡർ ആക്കിയിട്ട് സെൻറ്റൻസ് ആക്കണം. സൂരജ് ദുനിയാ കോ ഊർജ് ദേത്താ ഹേ. പേട് ദുനിയാ കോ ഫൂൽ ദേത്താ ഹേ. ബാദൽ ദുനിയാ കോ പാനി ദേത്താ ഹേ. നെക്സ്റ്റ് പഹചാനെ ഔർ ലിഖേ. ജീവൻ കാ ആധാർ ഹേ. ഇവിടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഹിന്ദി നെയിം അതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ എഴുതാം. സൂരജ്, പേട്, എന്താണ് മേഘത്തിന് പറയുക? ബാദൽ. ആശയ് പടേ ഔർ പങ്ക്തിയോം ടൂട്ടെ. कवि चाहता है सूरज अपनी ऊर्ज से प्यार करे और संसार को ऊर्ज प्रदान करे. मेघ अपने पानी से प्यार करे और प्रकृति की प्यास बुझाए. ഈ ആശയം വരുന്ന വരികൾ നമ്മൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ വരികളിൽ നിന്ന് നമുക്ക് കവിത വായിച്ചു നോക്കാം അല്ലേ? ഫസ്റ്റത്തെ സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സക്കേ ആഗ് ദുനിയാ കോ ബി. ഒന്നാമത്തേതിൻ്റെ അതാണ്. രണ്ടാമത്തെ ബാദൽ അപ്നെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സക്കേ ജൽ ദുനിയാ കോ ബി. യേ ദുനിയാ കോ കൈസേ പ്യാർ കരേഗേ അപ്നെ വിചാർ ലിഖേ. സൂരജ്, സൂര്യൻ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? സൂരജ് ഊർജ് ദേത്താ ഹേ. സൂരജ് പ്രകാശ് ദേത്താ ഹേ. സൂരജ് ഗർമി ദേത്താ ഹേ. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്. അടുത്തത് പേട്. പേട് ഫൽ ദേത്താ ഹേ. പേട് ഫൂൽ ദേത്താ ഹേ. പേട് ഛായ ദേത്താ ഹേ. ബാദൽ പാനി ദേത്താ ഹേ. बादल वर्ष देता है. बादल ശീതളത देता है. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് കവിതാക്ക ആശയ് ലിഖേ. നോക്കാം. ശോഭനാഥ് യാദവ് की एक छोटी सी कविता है गुद से प्यार. ശോഭനാഥ് യാദവിൻ്റെ ഒരു ചെറിയ കവിതയാണ് ഗുദ് സേ പ്യാർ. കവിത अपने आप से प्यार करने की आवश्यकता के बारे में है. കവിതയിൽ പറയുന്നത് നാം നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. സൂരജ് ഊർജ് ദേക്കർ ദുനിയാക്കോ പ്യാർ കർത്തേ ഹേ. സൂര്യൻ അതിൻ്റെ ഊർജം നൽകിയിട്ട് ഈ ലോകത്തെ സ്നേഹിക്കുന്നു. പേട് ഫൽ ഔർ ഫൂൽ ദേക്കർ ദുനിയാക്കോ പ്യാർ करते हैं. बादल जल देकर दुनिया को प्यार करते हैं. आशय यह है यदि हम गुद से प्यार करें
तो दूसरों से प्यार कर सकते. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം നമുക്ക് വെള്ളം തന്നിട്ട് ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഈ കവിതയുടെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ യദി ഹം നമ്മൾ എന്ത് വേണം, ഖുദ് പ്യാർ കരെ ആദ്യം നമ്മൾ സ്വയം സ്നേഹിക്കണം. തോ ദൂസരോം സെ പ്യാർ കർ സക്തെ അപ്പോഴാണ് മറ്റുള്ളവരും കൂടെ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ ഈ ശോഭനാഥ് യാദവിൻ്റെ ഖുദ് സെ പ്യാർ എന്നുള്ള ഈ കവിതയിൽ നാം നമ്മളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്, അതായത് സെൽഫ് ലവ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ എല്ലാവരും കാണാം. ഓക്കെ, ബൈ.